അമീർ ഷുറ അഹമ്മദ് ഷൗക്കിയുടെ ഏതാനും വരികളാണ് തിൽക്കത്ത് തബീഅത്തു കിഹ് ബിന യാ സാരി എന്ന കാവ്യം. നടന്നു പോകുന്ന ഒരാളെ വിളിച്ചു നിർത്തി അയാളോട് സംസാരിക്കുന്ന സംഭാഷണം പോലെയാണ് ഈ കവിത അഹമ്മദ് ഷൗക്കി രൂപീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ കവിതയിലേക്ക് പോകാം. തിൽക്കത്ത് തബീഅത്തു, ആ പ്രപഞ്ചം കണ്ടില്ലേ, കിഫ് ബിന, നമ്മുടെ കൂടെ നിൽക്കൂ, നമുക്കൊന്ന് ആസ്വദിക്കാം, ആ പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കി ആസ്വദിച്ച് അതിൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. യാ സാരി, ഈ നടന്നു പോകുന്നവനെ, താങ്കളൊന്ന് നിൽക്കൂ, നമുക്ക് ആ പ്രപഞ്ചത്തെ ഒന്ന് കണ്ടാസ്വദിക്കാം. ഹത്താ ഉരീക്ക, ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ബദി അ സുനിൽ ബാരി, അതിൻ്റെ സൃഷ്ടാവ്, അതിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഹത്താ ഉരീക്ക, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ. ബദിയ, വൈദഗ്ധ്യത്തെ, സുൻഐ, നിർമ്മാണത്തെ, അൽ ബാരി, സൃഷ്ടാവിൻ്റെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലുള്ള വൈദഗ്ധ്യം, അതിൻ്റെ നിർമ്മാണാത്മകത, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത, സാമ്പിളില്ലാത്ത, തുല്യതയില്ലാത്ത ആ സൃഷ്ടിപ്പ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അൽ അർളു ഹൗലക്ക, നിനക്ക് ചുറ്റുമുള്ള ഈ ഭൂമിയില്ലേ, വസ്സമാവു, നിന്റെ മുകളിലുള്ള ആകാശമില്ലേ, ഇഹ്തസ്സത്ത, അത് രണ്ടും ആനന്ദിച്ചു തുള്ളിച്ചാടുകയാണ്. ലി റവായിൽ ഹയാത്തി, ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ അത്ഭുതങ്ങളുടെ ഭംഗി കണ്ടിട്ട്. വല്ലാസാരി, അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അവശേഷിപ്പിച്ച അവൻ്റെ അസറുകൾ, സ്വാധീനങ്ങൾ, അതിൻ്റെ ഭംഗി കണ്ടിട്ട് അവ രണ്ടും ഇങ്ങനെ ഇളകി മറിയുകയാണ്. മീൻ കുല്ലിനാത്തിക്കത്തിൽ ജലാലി, അവയൊക്കെ ജലാലായ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവയ്ക്കൊക്കെ പറയാനുള്ളത് അവയുടെ സൃഷ്ടാവിനെ കുറിച്ചാണ്. കന്നഹ ഉമ്മുൽ കിതാബി, ഈ പ്രപഞ്ചം ഒരു വലിയ പുസ്തകം പോലെയുണ്ട്, ഒരു റഫറൻസ് ബുക്ക് പോലെയുണ്ട്. അലാ ലിസാനിൽ കാരി, വായിച്ചു പഠിക്കുന്ന, സംസാരിച്ച് പഠിക്കുന്ന വായനക്കാരൻ്റെ മുമ്പിലുള്ള വലിയൊരു പുസ്തകം പോലെയുണ്ട്. ഈ പ്രകൃതിയെ ഒരു പുസ്തകത്തോട് വർണ്ണിക്കുകയാണ് കവി. ആ പുസ്തകത്തിലുള്ള അക്ഷരങ്ങളും പാഠങ്ങളും ഭാഷകളും ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി വൈഭവങ്ങൾ ഓരോന്നുമായിട്ട് താതാത്മ്യം ചെയ്യുന്നു. ദല്ലത്ത്, ഈ പ്രപഞ്ചം അറിയിച്ചു അല മലിക്കിൽ മുലൂക്കി, രാജാതിരാജനായ അള്ളാഹുവിനെ സംബന്ധിച്ച്. ഫലം തദ്അലി അദില്ലത്തിൽ ഫുഖായി വൽ അഹ്ബാരി, ഈ പണ്ഡിതന്മാരും അതേപോലെ പുരോഹിതന്മാരോടൊന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ദൈവം തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവൻ്റെ കഴിവുകളൊക്കെ അത് തന്നെ മതി അവനെക്കുറിച്ച് അറിയാൻ, മറ്റാരോടും ചോദിക്കേണ്ടതില്ലാണ്. അതില്ലത്ത് തന്നെ ദലീൽ, തെളിവ്. ഫുഖഹാവ്, ഫക്കീഹിൻ്റെ ജമ്മാണ് ഫുഖഹാവ്. അഹ്ബാർ, ഹിബർ, അഹ്ബാർ പുരോഹിതൻ എന്നാണ്. അപ്പോൾ പുരോഹിതന്മാരോടും പണ്ഡിതന്മാരോടൊന്നും ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത രീതിയിൽ ഈ ആര് സൃഷ്ടിച്ചു, ആരാണ് അതിൻ്റെ അധിപൻ, ആർക്കാണ് അത് ഇതിലെ സംവിധാനത്തിലുള്ള കഴിവ് എന്നൊക്കെ അറിയിക്കുന്ന രീതിയിൽ, അതിൻ്റെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. മൻ ഷക്ക ഫീഹി, ആർക്കെങ്കിലും അതിൻ്റെ സൃഷ്ടിപ്പിൽ വല്ല സംശയമുണ്ടെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, അള്ളാഹുവിൻ്റെ ശക്തി ഇല്ലാതെയാണ്, സ്വയം ഉണ്ടായതാണ് എന്നൊക്കെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ, ഫനളിറത്തും ഫീ സുന്നഹി, അവൻ്റെ നിർമ്മാണത്തിൽ അള്ളാഹുവിൻ്റെ ഈ പ്രകൃതിയെ വർണ്ണിച്ചൊരുക്കിയതിൽ ആർക്കെങ്കിലും
ഒന്ന് ചിന്തിച്ചു പോയാൽ മതി. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ തന്നെ ആ സംശയം തീരും. ഫനദറത്തുൻ, അപ്പോൾ അവൻ ചിന്തിക്കട്ടെ ഫി സുൻഹി, പടച്ചവൻ്റെ ഈ നിർമ്മാണ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ. അങ്ങനെ അവൻ ചിന്തിച്ചാൽ തംഹു, മായ്ച്ചു കളയാൻ കഴിയും അസീമ ശക്കി, അവൻ്റെ ഹൃദയത്തിലുണ്ടായ സംശയമെന്ന പാപം. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ സൃഷ്ടാവ് നമ്മളെ ഇങ്ങനെയൊക്കെ പ്രകൃതിയൊക്കെ സംവിധാനിച്ച ഒരാൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ സംശയിക്കാൻ പാടില്ല. അതൊരു കുറ്റമാണ്. ആ കുറ്റം നികത്താനുള്ള ഒരു ഏക വഴി ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഓർത്തു നോക്കുക, ചിന്തിക്കുക, എന്നാൽ അവനിലേക്കെത്തും. വല്ലിങ്കാരി, നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പാപമാണ്. ആ കുറ്റം കഴുകിക്കളയാൻ, മായ്ച്ചു കളയാൻ സഹായകമാകുന്നത് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. കം ഫിൽ ഖമായിലി വഹിയ ബഅദു ഇമായിഹ. ഇനി ഈ വരിയിൽ കവി ഈ തിങ്ങി ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളെ സ്ത്രീകളോടും അതേപോലെ സ്ത്രീകളുടെ കണ്ടാഭരണങ്ങളും അവരുടെ ആഭരണ വിഭൂഷിതകളെയൊക്കെ ഉപമിക്കുകയാണ്. സ്ത്രീ നല്ല സൗന്ദര്യവതിയായി നിൽക്കുന്ന സ്ത്രീകളോടാണ് മരങ്ങളെയൊക്കെ ഉപമിപ്പിക്കുന്നത്. കം ഫിൽ ഖമായിൽ, ഖമീലത്ത് ജമ ഖമായിൽ, ഇടതൂർന്ന് നിൽക്കുന്ന സസ്യങ്ങൾ. വഹിയ ബഅദു ഇമായിഹ, അത് ഈ പ്രപഞ്ചത്തിലെ ചില സ്ത്രീകളാണ്. സ്ത്രീകളെപ്പോലെയാണവ. മിൻദാത്തി ഖിൽഖാലിൻ, പാദസരങ്ങൾ ധരിച്ച, കാലുകളിൽ പാദസരം ധരിച്ച. ഖിൽഖാല് പാദസരം. വദാത്തി സിവാരിൻ, കൈകളിൽ വളകളും ധരിച്ച. സിവാറ് അസ്വിറത്ത്, വളകൾ ധരിച്ച, പാദസരങ്ങൾ ധരിച്ച് ചമഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരിയും യുവതികളെയും അല്ലെങ്കിൽ സ്ത്രീകളെ പോലെയാണ് ഈ ഇടതൂർന്ന വൃക്ഷങ്ങളിലുള്ള പച്ച പിടിച്ച ഇലകൾ നിറഞ്ഞ മരങ്ങളെ ഉപമിക്കുന്നത്. അടുത്ത വരി വലഹൂക്കു സിന്നിൻ, വലഹൂക്കി സിന്നിൻ. ഇവിടെ ഈ വരിയിൽ സുന്ദരിയായ പുഞ്ചിരി തൂകുന്ന ഒരു യുവതിയോടാണ് പ്രകൃതിയെ വർണ്ണിക്കുന്നത്. വലുഹൂക്കി സിന്നിൻ, പല്ലുകൾ കൊണ്ടുള്ള വല്ലാത്ത ചിരി. ലഹിക്ക ചിരിക്കുക, ലാഹിക്ക് ചിരിക്കുക, ലഹൂക്ക് വല്ലാതെ ചിരിക്കുന്ന. പല്ലുകൾ കൊണ്ട് വല്ലാതെ പുഞ്ചിരി തൂകുന്നത് കാരണം തംലഉദ്ദുന്യ, ഈ പ്രപഞ്ചത്തിൽ നിറക്കാൻ കഴിയുന്നു ആ യുവതിയെ പോലെയുള്ള ഈ പ്രകൃതിക്ക് ഈ ദുനിയാവ് ഒന്നായിട്ട് നിറക്കാൻ കഴിയുന്നു അതിൻ്റെ ചിരി കാരണം, സനൻ പ്രകാശത്തെ. വഗരീക്കത്തം ഫി ദം അൽ മിദ്റാരി, അതേപോലെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചതുപോലെ. വഗരീക്കത്തുൻ ഫി ദം അൽ മിദ്റാരി, തൻ്റെ കവിളിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന ഈ കണ്ണുനീരുകളിങ്ങനെ പ്രകാശിതമാകുന്നുണ്ട് വെളിച്ചം തട്ടിയിട്ട്. അങ്ങനത്തെ വളരെ മനോഹരിയായ ഒരു പ്രകൃതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചത് എന്നാണ് പറയുന്നത്. ഗരീക്കത്ത് എന്ന മുൻഅമിസത്തും ഫിൽ മായി, വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചത് എന്നാണ്. ഫി ദംഇഹ, എങ്ങനെ മുങ്ങിക്കുളിച്ചത്? കണ്ണുനീരുകൾ, ബാഷ്പകണങ്ങൾ, കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ബാഷ്പകണങ്ങളിൽ മുങ്ങിക്കുളിച്ച്. അൽ മിദ്റാറി, ധാരയായി ഒഴുകുന്ന. അപ്പോൾ ഈ വരിയുടെ സാരം, വളരെ പുഞ്ചിരി തൂകുന്ന ഭംഗിയുള്ള ഒരു യുവതിയായിട്ട് ഈ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രകാശത്തെ നിറക്കുകയാണത്. അതെ, രാവിലെ സൂര്യപ്രകാശം ഉണ്ടാകുന്നു, അപ്പോൾ പ്രപഞ്ചം ഒന്നായിട്ട് പ്രകാശിതമാകുന്നു. രാത്രികളിൽ ചന്ദ്രൻ്റെ നിലാവുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തെ നിറക്കുന്നു, മുഴുവൻ പ്രകാശം കൊണ്ട് നിറക്കുന്നു. അതേപോലെ പിന്നെ പുഴകൾ, ഈ വെള്ളം ഒഴുകുന്നത് എന്നൊക്കെ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലുള്ള പുഴകളും അരുവികളെയും സംബന്ധിച്ചാണ്. അതൊക്കെ എന്തിനോടാണ് ഉപമിച്ചതെന്ന് വെച്ചാൽ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുന്ന ഒരു സ്ത്രീയുടെ കണ്ണിനെ പോലെയാണ് ഇവിടുത്തെ അരുവികളെയും പുഴകളെയും കവി ഉപമിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് വലക്കത് തമുറു അലൽ ഖദീരി തൊഖാലുഹു, നീ ആ സഞ്ചരിക്കുന്ന ആളെ പിടിച്ചു നിർത്തി പറയുകയാണല്ലോ. അപ്പോൾ കവി പറയാണ് അദ്ദേഹത്തോട്, നീ ഈ വളരെ തെളിമയാർന്ന വെള്ളമുള്ള
നിർമ്മലമായ വെള്ളമുള്ള ഒരു പുഴയുടെ അടുക്കലൂടെ നീ നടന്നു പോവുകയാണെങ്കിൽ നിനക്കതൊരു കണ്ണാടി പോലെ തോന്നും. അതേപോലെ അതിന് ചുറ്റുമുള്ള ആ പുഴയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളും സസ്യങ്ങളുമൊക്കെ സസ്യലതാദികളുമൊക്കെ അതൊക്കെ ആ കണ്ണാടിക്കു ചുറ്റുമുള്ള ഒരു ഫ്രെയിം പോലെ തോന്നുമെന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. വലക്കത് തൊമുറു അലൽ ഖദീരി, പുഴയുടെ അടുക്കലൂടെ നീ സഞ്ചരിക്കുമ്പോൾ തൊഖാലുഹു, നിനക്കവ തോന്നും. വൻ നബുത്തു, അതിൻ്റെ ചുറ്റുമുള്ള സസ്യലതാദികളൊക്കെ മിർആത്തൻ, ഒരു കണ്ണാടിയായിട്ടും ആ കണ്ണാടിക്ക് ചുറ്റുമുള്ള സഹത്ത് ബി ഇതാരിൻ, ഫ്രെയിമായിട്ട് സസ്യലതാദികളും തോന്നും. പുഴകളെ കണ്ണാടിയായിട്ടും അതിന് ചുറ്റുമുള്ള സസ്യലതാദികൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, പൂവുകൾ ഒക്കെ അതിൻ്റെ കണ്ണാടിയുടെ മനോഹരമായ ഒരു ഫ്രെയിം പോലെ തോന്നും. അറബി സാഹിത്യത്തിൽ ഇത്രയും പ്രകൃതി വർണ്ണന ചെയ്യാൻ പറ്റുന്ന ഒരു കവി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ മനോഹരമായിട്ടാണ് ഈ പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കവിയെക്കുറിച്ച് അടുത്ത പേജിൽ കാണിക്കുന്നുണ്ട്. താരീഫ് ഷായർ, കവിയെ പരിചയപ്പെടാം. അഹമ്മദ് ഷൗക്കിയാണിത്. ഇത് പരീക്ഷയ്ക്ക് വരുന്നത് കൊണ്ട് നമ്മളൊന്ന് വിശദീകരിച്ച് തരാം. ഷായറുൻ, കവിയാണ്. കാത്തിബു മിസ്രിയുൻ, ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. ഉസ്തുഹിറ ബി ലക്കബി അമീറുൽ മുഅ്മിനി, അമീർ ഷുവറാ, കവികളുടെ നേതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യുഅദ്ദുമിൻ അശ്ശരി ഷുവറാൽ അറബിയത്ത് ഫിൽ അസ്റിൽ ഹദീസ്, മോഡേൺ കാലഘട്ടത്തിലെ, ആധുനിക കാലത്തിലെ അറബി കവികളിൽ ഏറ്റവും പ്രശസ്തനായിട്ട് അദ്ദേഹത്തെ ഗണിക്കപ്പെടുന്നു. ഉലിദ ബി കാഹിറ സനത്ത അൽഫിം വ സമാനിയമിയ വ തിസ് അത്തിയും സമാനിയത്തും വ സിത്തീൻ, 1868 ഇക്സ്താബ്ദത്തിലാണ് ജനിച്ചത്, കൈറോയിൽ. തലക്ക ദിറാസത്തഹുൽ മദ്രസിയ മിനൽ കാഹിറ, പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം നേടി കൈറോയിൽ വെച്ചായിരുന്നു. സുമൽ തഹക്ക ബി മദ്രസത്തിൽ ഹുക്കൂക്കി, പിന്നെ അദ്ദേഹം നിയമ പഠനത്തിന് ചേർന്നു. വദറസൽ കാനൂന, നിയമം പഠിക്കുകയും ചെയ്തു, ലോയറായി മാറി. സുമ സാഫറ ഇല ഫറൻസ ലി ദിറാസത്തുലുലിയ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അദ്ദേഹം ഫ്രാൻസിലേക്കാണ് യാത്ര പോയത്. വഹുവ അഹദു മുജദ്ദിദി ഷേറിൽ വതനി ഉദ്ദീനി, അറബിയിൽ ദേശീയ മത കവിതകളുടെ പരിഷ്കർത്താവായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. വയുത്തബറു റായിദൽ മസ്രഹിയത്ത് ഷെരിയ ഫിലദബിൽ അറബി, അറബി സാഹിത്യത്തിലെ നാടകഗീതങ്ങളുടെ ഉപജ്ഞാതാവായിട്ടും അതിൻ്റെ പയനിയറായിട്ടും അദ്ദേഹത്തെ ഗണിക്കപ്പെടുന്നു. ഇഷ്തഹറ ഷീറുഹു ഫിൽ മുനാസബാത്തിൽ ഇജ്തിമായിയ വ ദീനിയ വൽ വത്തനിയ, അദ്ദേഹത്തിൻ്റെ കവിതകൾ ദേശീയപരമായും മതപരമായും സാമൂഹികമായ വിഷയങ്ങളിൽ ഉള്ളതാണ്. അദീദമിനൽ മസ്രഹിയാത്ത് ഷേരിയ, കുറേയധികം നാടക കവിതകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജുമിയ ഷേറുഹു ഫി ദീവാനി അഷൗക്കിയാത്ത്, അഷൗക്കിയാത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. വമീൻ മസ്രഹിയാത്തിഹി, അദ്ദേഹത്തിൻ്റെ നാടകമാണ് മജ്നൂനു ലൈല എന്നതും കംബീസ്, അൻതറ, അമീറത്തുൽ അന്ദുലുസ്, അലസ്തു ഹുദൻ, അൽ ബഖീല, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. വ തറജമൽ മസ്രഹിയാത്തു ലി ഷേക്സ്പിയർ അൽ അറബിയത്തി, ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളൊക്കെ അറബിയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒമിൻ അഷ്ഹരിഹ, അതിൽ പ്രധാനപ്പെട്ടതാണ് ക്ലിയോപാട്ര. തുഫി അഹമ്മദ് ഷൗക്കി 1932 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അൽ ഫഹ്മു അൽ ഇസ്തിയാബു എന്ന ടൈറ്റിലിൽ കൊടുത്ത ക്വസ്റ്റ്യനുകൾ. 1. മാതാ യസിഫു സായിറു, കവി എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഇവിടെ ചോദ്യം ഉദ്ദേശിച്ചത് കവി എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ യസിഫു ഷായിറു അനിത്തബിയാറ്റി, പ്രപഞ്ചത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അല്ലെങ്കിൽ ചോദ്യം എങ്ങനെ വേണ്ടിയിരുന്നു? മാതാ യസിഫു ഷായിറു അനിത്തബിയത്തി, പ്രപഞ്ചത്തെക്കുറിച്ച് കവി എന്താണ് വിശേഷിപ്പിക്കുന്നത്? പക്ഷെ ചോദ്യം അതായിരിക്കണമെന്നില്ല. മാ സബു ഇഹ്തിസാസിൽ അർളി വസ്സമായി, ആകാശവും ഭൂമിയും ആഹ്ലാദിച്ച് ഇളകാൻ കാരണമെന്താണ്? ഇഹ്തസത്തിൽ അർളു വസ്സമാവു ലി റബായി ആയാത്തില്ലാഹി വ ആസാരിഹി, പടച്ചവൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സ്വാധീനങ്ങളും കണ്ടിട്ടാണ് ആകാശവും ഭൂമിയും ആഹ്ലാദത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിമ യുഷബിഹു ഷായിറു ജമാലത്ത് തബിയത്തി,
പ്രപഞ്ചത്തിൻ്റെ ഭംഗിയെ കവി എന്തിനോടാണ് ഉപമിക്കുന്നത്? ഉത്തരം: യുഷബിഹു ഷായിറു അത്തബിയത്ത ബി ഇമ്രാത്തിൻ അല്ലത്തി തതജമ്മലു ബി ലബ്സിൽ ഖിൽആലി ഫി ഖദമിഹ വസ്സിവാരി ഫി കഫിഹ. കൈകളിൽ വളകളും കാലിൽ പാദസരങ്ങളും ധരിച്ച മനോഹരിയായ ഒരു പെണ്ണിനോടാണ് വർണ്ണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: അലാമ യദുല്ലുൽ ലവാഹിറു തബിയ. ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണ് അറിയിക്കുന്നത്? യദുല്ലുൽ ലവാഹിറു തബിയ അല മലിക്കിൽ മുലൂക്കി. അള്ളാഹുവിനെ കുറിച്ചാണ് ഇവയൊക്കെ അറിയിക്കുന്നത്, സൃഷ്ടാവിനെ കുറിച്ചാണ് അറിയിക്കുന്നത്. അടുത്ത ചോദ്യം: മാതാ യഖൂലു ഷായിറു ലിമൻ ലഹു ശക്കും വ ഇൻകാറുൻ. ഈ പ്രകൃതിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിൻ്റെ കാരണക്കാരനെക്കുറിച്ചും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയമുള്ളവർക്ക് അവരോട് എന്താണ് കവിക്ക് പറയാനുള്ളത്? യഖൂലു ഷായിറു ലിമൻ യുങ്കിറു ഫി തബിഅത്തി അൻ യൻദുറ ഫി സുൻഇഹി അല്ലാഹു തആല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് കവി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ യംഹു ഇസ്മുഹു ഷക്കിഹി വ ഇൻകാരിഹി, അവൻ്റെ ആ സംശയം തന്നെ നീങ്ങിക്കിട്ടും എന്നാണ് കവി പറയുന്നത്. കൈഫ യസിഫു ഷായിറു ഖമായില. ഇടതൂർന്ന വൃക്ഷത്തെ എന്തിനോടാണ്, എങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത്? യസിഫു ഷായിറു അൽ ഖമായില ബി ഇമ്രത്തിൻ ലബിസത്ത് അൽ ഖിൽഹാല വൽ അസ്വിറത്ത. വളകളും പാദസരങ്ങളും ധരിച്ച സ്ത്രീയോടാണ് വടവൃക്ഷങ്ങളെ അദ്ദേഹം ഉപമിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: ബിമാ യുഷബിഹു ഷായിറു അൽ അനാബിയ വൽ അൻഹാറ. അരുവികളെയും പുഴകളെയും കവി എന്തിനോടാണ് ഉപമിപ്പിക്കുന്നത്? യുഷബിഹു ഷായിറു അൽ അൻഹാറ വൽ യനാബിയ ബി മർആത്തിൻ, ഒരു കണ്ണാടിയോടാണ്. വ ഇതാരിൻ സയ്യന ആദിഹിൽ മിർആത്ത, ആ മരങ്ങളെയൊക്കെ അതിൻ്റെ ഫ്രെയിമുകളായിട്ടും ഉപമിപ്പിക്കുന്നു. മൽ മുറാദ് ബി ലുഹൂക്കി സിന്നി. പല്ലിൻ്റെ വലുതായ ചിരി അല്ലെങ്കിൽ കൂടുതലായ ചിരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അൽ മുറാദ് ബി ലഹൂക്കി സിന്നി ഹുവ ലിഹ്കുൽ മർഅത്തി വ ഇൽഹാരി സനാഇഹി നൂരിഹി എന്നാണ്. സ്ത്രീ അവളോട് ചിരിക്കുമ്പോൾ അവളുടെ പല്ലുകളിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന പ്രകാശം, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കൈഫ യബ്ദു അൽ ഖദീറു. ഒരു പുഴ എങ്ങനെയാണ് അവിടെ വ്യക്തമാകുന്നത്, ചിത്രീകൃതമാകുന്നത്? യബ്ദുൽ ഖദീറു ഫിഷീരി. കവിതയിൽ ഒരു പുഴ പ്രകടമാകുന്നത് കൽ മിർആത്തി, ഒരു കണ്ണാടി പോലെയാണ് എന്ന്. അപ്പോൾ പുഴയെ കണ്ണാടിയോടാണ് ഉപമിച്ചത്, അതുപോലെയാണ് തോന്നുന്നത്. അടുത്ത കവിത വിശദീകരിക്കാനാണ്. 3 കവിത വിശദീകരിക്കാനുണ്ട്. കംഫിൽ ഖമായിലി വഹിയ ബാളു ഇമായിഹ മിന്ദാത്തി ഖിൽ ആലിം വദാത്തി സിവാരിൻ. ഈ 3 വിവരണവും ഒന്ന് വിശദീകരിക്കേണ്ടതാണ്. വിശദീകരണാത്മകമായ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഉത്തരം കിട്ടും. അതിനുള്ള നിർദ്ദേശങ്ങൾ ആ ലിങ്കിന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് അടുത്ത എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ. ഈ വീഡിയോയിൽ അത് വിശദീകരിക്കാൻ സാധ്യമല്ല. നന്നായി നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു തുകക്ക് നമ്മൾ നൽകും. ആവശ്യക്കാർ മാത്രം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് വരിക. എന്നാലും അത് ചോദ്യത്തിൻ്റെ അർത്ഥങ്ങൾ പറയാം. ഐദ മക്കാലത്തൻ അൻ മൗലുആത്തിൽ ആത്തിയ. താഴെ കൊടുത്ത വിഷയങ്ങളിൽ മക്കാല തയ്യാറാക്കുക, എസ്സേ തയ്യാറാക്കുക. വസ്ഫു തബിയത്തി ഫിഷേരി തിൽക്കത്തബിയ. തിൽക്കത്തബിയ എന്നുള്ള ഈ കവിതയിൽ പ്രകൃതിയുടെ വർണ്ണനയെക്കുറിച്ച് പറയുക. ഹയാത്തു അഹമ്മദ് ഷൗക്കിയുടെ ജീവചരിത്രം. അൽ അമാലുൽ അദബിയ അലി അഹമ്മദ് ഷൗക്കിയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചും പറയുക. അൽ അൻഷിത്തത്തുൽ മുസാഹബ, അഡീഷണൽ വർക്കുകൾ. ഇബ്ഹസാനിൽ ഫീദിയോത്തി ഹൗല ഹാദിൽ കസീദത്ത് ഫിൽ ഇൻ്റർനെറ്റിൽ ഈ കവിതയുടെ വീഡിയോകളുണ്ട്, അത് കണ്ടെത്തുക. ലാഹിൽ അബിയാത്തുൽ കസീദത്തി, ഈ കവിതയുടെ വരികൾ ശ്രദ്ധിക്കുക.
വസവ്വിർ മനാദിറ തബിയത്തിൽ മുനാസബത്ത് ലഹ മിൻ ഹൗലിക്ക വിവാസത്തിൽ ക്യാമറ ഉപയോഗിച്ച് ഇത്തരം വർണ്ണനകളുള്ള രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുക. അൻഷിദിൽ കസീദത്ത് ബി അൽഹാനി മുത്തനവിയത്തിൻ, വിവിധ രീതിയിൽ ഈ കവിത ആലപിക്കാൻ ശ്രമിക്കുക. വസജ്ജിൽ, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. ഇബഹസ്വി യൂട്യൂബ് അനിൽ കസീദ് കം തഷ്തക്കി ഈലിയ അബു മാലിയുടെ കം തഷ്തക്കി എന്ന കവിത യൂട്യൂബിലുണ്ട്, അത് കണ്ടെത്തുക. വക്കാരിൻ ഹാബി കസീദ് തിൽക്കത്തബിയ എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കവിതയുമായിട്ട് അതിനെ താരതമ്യം ചെയ്തു നോക്കുക.